യൂത്ത് ലീഗിൽ വീണ്ടും പുനഃസംഘടനാ വിവാദം. പുനഃസംഘടന നീട്ടുന്നത് പി.കെ. ഫിറോസിന് വേണ്ടിയെന്ന ആരോപണം. പ്രായം കഴിഞ്ഞിട്ടും ഫിറോസിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുന്നില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഫിറോസ് 2 ടേം പൂർത്തിയാക്കിയെന്നും നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ടാണ് ഫിറോസ് മാറാത്തതെന്നും ആക്ഷേപം ശക്തം. യൂത്ത് ലീഗ് ഭരണഘടന പ്രകാരം 40 വയസ്സാണ് ഭാരവാഹികളുടെ പ്രായപരിധി. പി.കെ. ഫിറോസിന്റെ പ്രായം 46. 10 വർഷത്തോളമായി ഫിറോസ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. ഭരണഘടനയും സംഘടനാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഫിറോസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നുവെന്നാണ് യൂത്ത് ലീഗിനുള്ളിൽ ഉയരുന്ന വിമർശനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടാനാണ് ഫിറോസ് ഭാരവാഹിത്വത്തിൽ തുടരുന്നുവെന്നാണ് ആക്ഷേപം. പുതുതായി ആരെയും നേതൃത്വത്തിൽ കൊണ്ടുവരാത്തതിനെ ചൊല്ലിയും തർക്കമുണ്ട്. യൂത്ത് ലീഗിൽ ഇപ്പോൾ മെമ്പർഷിപ്പിന്റെയും സമ്മേളനങ്ങളുടെയും കാലമാണ്. ആപ്പ് വഴിയാണ് ഇത്തവണ മെമ്പർഷിപ്പ് ചേർത്തത്. 9 ലക്ഷം റിസീറ്റുകളും വിതരണം ചെയ്തു. കഴിഞ്ഞ തവണ 7.5 ലക്ഷം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ മെമ്പർഷിപ്പിൽ വലിയ കുറവ് വന്നുവെന്നാണ് സൂചന. ഷെഡ്യൂൾ പ്രകാരം ശാഖാ സമ്മേളനങ്ങളും പഞ്ചായത്ത് സമ്മേളനങ്ങളും പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ മിക്കയിടങ്ങളിലും ശാഖാ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. യൂത്ത് ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പോലും സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങൾ നിശ്ചയിച്ച രീതിയിൽ പൂർത്തിയായില്ലെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും വൈകും. പുതുതായി നേതൃത്വത്തിൽ വരേണ്ട പലരും പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിൽ സംഘടനയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. ഫിറോസിന് ലീഗ് നേതൃത്വം നൽകുന്ന പരിഗണന തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഇവരുടെ വാദം. യൂത്ത് ലീഗിന്റെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇതേ ചൊല്ലി സജീവ ചർച്ചകളാണ് നടക്കുന്നത്. പി.വി. കുട്ടൻ, കോഴിക്കോട്.